ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു. മത്തായി സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വചനം. വലിയവൻ ആകുവാനുള്ള ആഗ്രഹം ശിഷ്യന്മാരുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറിപ്പോയിട്ടില്ല. യേശുവിൻ്റെ കൂടെ നടക്കുമ്പോഴും ആ ചിന്ത അവരെ സ്വാധീനിക്കുന്നുണ്ട്. ഈ ലോകത്തോട് അനുരൂപപ്പെടരുത് എന്ന് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തൻ്റെ ശിഷ്യന്മാരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടി യേശു കർത്താവ് ഒരു ശിശുവിനെയാണ് ഉപയോഗിച്ചത്. അവരുടെ നടുവിലേക്ക് ഒരു ശിശുവിനെ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെപ്പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം നിങ്ങൾക്ക് ലഭ്യമല്ല, നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയില്ല. ഇത് നമ്മൾ വല്ലാതെ കുഴയ്ക്കുന്ന ഒരു പ്രസ്താവനയാണ്. ദൈവരാജ്യത്തിൻ്റെ ശ്രേഷ്ഠത നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ അഹങ്കാരികൾക്കും സ്വന്തം മഹത്വം അന്വേഷിക്കുന്നവർക്കും മാനസാന്തരപ്പെട്ട് തങ്ങളെ തന്നെ താഴ്ത്താതെ ജീവിക്കുന്നവർക്കും ഒരിക്കലും സ്ഥാനമില്ല, ഇടമില്ല. അവർ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല എന്ന കാര്യം മറക്കാതെ നാം ഓർത്തിരിക്കേണ്ട മാറ്റമില്ലാത്ത ഒരു സത്യമാണ്. സ്വയത്തെ ത്യജിക്കുക എന്നതാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടത്. ദൈവരാജ്യത്തിൻ്റെ അനുഭവം നമുക്കനുഭവിക്കണമെങ്കിൽ നാം സ്വയത്തിന് മരിച്ചേ മതിയാവും, സ്വയത്തെ ത്യജിച്ചേ മതിയാവും. അത് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സത്യമാണ്. ശിശുവിനെ പോലെ ആവുക എന്ന് പറയുമ്പോൾ നിഷ്കളങ്കനാവുക എന്നൊരർത്ഥമുണ്ട്. ഏത് കാര്യത്തിനും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു മനസ്സ് ഉള്ളവൻ എന്ന് അതിന് മറ്റൊരർത്ഥവുമുണ്ട്. വലിയവനാകണം എന്നുള്ള ആഗ്രഹം ഒരിക്കലും ശിശുക്കൾക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ ഏറ്റവും താഴ്ന്ന ഒരു സ്ഥാനം സ്വീകരിക്കുവാൻ നാം നമ്മുടെ മനസ്സിനെ ഒരുക്കിക്കൊണ്ട് നമ്മെ തന്നെ ദൈവത്തിൻ്റെ മുമ്പാകെ താഴ്ത്തുമ്പോൾ ദൈവരാജ്യം അനുഭവിക്കുവാൻ നമുക്ക് കഴിയും. ഉന്നതമായ പദവിയിലേക്ക് എത്തുവാൻ വാസ്തവത്തിൽ ദൈവം വച്ചിരിക്കുന്ന ഒരു മാർഗം ഇതാണ്. തന്നെത്താൻ താഴ്ത്തി സ്വയം ശൂന്യനാക്കി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന യേശു കർത്താവിനെ ദൈവം ഏറ്റവും മേലായ നാമം നൽകി ഉയർത്തിയത് ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് മറക്കാതിരിക്കാം. അതുകൊണ്ട് നാം നമ്മെ തന്നെ വിനയപ്പെടുത്തുന്നവരായിട്ട് മാറണം. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രസാദവും ക്രിസ്തുവിൻ്റെ മനസ്സിനോട് അനുരൂപപ്പെടുവാനുള്ള നമ്മുടെ ആഗ്രഹവുമൊക്കെ വെളിപ്പെട്ടു വരുന്നത്. അധികാരത്തിൻ്റെ പുറകെ, സ്ഥാനമാനങ്ങളുടെ പുറകെ പായുന്നവർ വാസ്തവത്തിൽ സ്വർഗരാജ്യത്തിൽ നിന്ന് വളരെ 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 അകലെയാണ് എന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. ശിശുക്കളെപ്പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ ആന്തരികമായ ഒരു പരിവർത്തനം നമ്മിൽ സംഭവിച്ച് തന്നെ താൻ താഴ്ത്തുന്ന, സ്വയത്തിന് മരിക്കുന്ന, സ്വയത്തെ ത്യജിക്കുന്ന, ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാകുന്നു എന്ന് പരമാർത്ഥതയോടെ
പറയുന്ന ആർക്കും ദൈവരാജ്യത്തിൽ ഇടമുണ്ടാകും. അതാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ ചിന്തകൾക്ക് നേരെ ഘടകവിരുദ്ധമാണ് ദൈവവചനത്തിൻ്റെ ചിന്തകൾ എല്ലാം. ലോകം പഠിപ്പിക്കുന്നതിന് നേരെ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ലോകം വലിയവനാകുവാൻ നമ്മെ മോഹിപ്പിക്കുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ, അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ തികച്ചും ഘടകവിരുദ്ധമാണ് ദൈവരാജ്യത്തിൽ വലിയവനായിട്ട് ജീവിക്കുവാനുള്ള ദൈവത്തിൻ്റെ ഉപദേശം എന്ന് പറയുന്നത്. നാം ഏത് സ്വീകരിക്കും? ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കനായി എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന, ഒന്നും അറിയാത്തവനെ പോലെ ആത്മാവിൽ ദരിദ്രനായി ജീവിക്കുവാൻ നാം തയ്യാറായാൽ അവിടെയാണ് നമ്മുടെ അനുഗ്രഹം എന്ന് നാം മറക്കാതിരിക്കുക. കർത്താവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. ദൈവരാജ്യ ചിന്തകളെ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സ് അവിടുന്ന് നിറയ്ക്കണമേ. ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.